കുംഭമേള എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ മനുഷ്യസംഗമമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതവുമായി ബന്ധപ്പെട്ട തീർത്ഥാടകരുടെ കൂട്ടായ്മയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. കുംഭമേളയെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പ്രതിനിധി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് പാലാഴിമഥന കഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ വേരുകൾ. സംസ്കൃതത്തിൽ ഇതിന് സമുദ്രമന്ഥൻ എന്നാണ് പേര്. പാലാഴിമഥന കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ. സമുദ്രമഥനത്തിലൂടെ കടഞ്ഞെടുത്ത അമൃത് ഭക്ഷിച്ച് ദുർവാസാവ് മഹർഷിയുടെ ശാപനിമിത്തം ജരാനരകൾ ബാധിച്ച ദേവന്മാർക്ക് ജരാനരകൾ മാറി ശാപവിമുക്തി കിട്ടിയ കഥ. പാലാഴിമഥനത്തിനിടെ ഉയർന്നു വന്ന ആ അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ കലഹിക്കുന്നതിനിടെ അമൃതകുംഭം അസുരന്മാരുടെ കൈകളിൽ എത്തിപ്പെടാതിരിക്കുന്നതിനായി ഗരുഡൻ ഈ അമൃതകുംഭവുമായി പറന്നു നടന്നു. ഈ അമൃതമായി പറന്നു നടക്കുന്നതിനിടെ ക്ഷീണം സംഭവിച്ചതിനാൽ ആ സമയങ്ങളിലൊക്കെ ഈ അമൃതകുംഭം പുണ്യതീർത്ഥങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് ഗരുഡൻ വിശ്രമിക്കുകയും ചെയ്തു. ഗംഗാനദിയുടെ തീരത്ത് ഹരിദ്വാറിലും ഗോദാവരി നദിയുടെ തീരത്ത് നാസിക്കിലെ ത്രയംബകേശ്വറിലും ഗംഗ, യമുന, ഗുപ്തനദിയായ സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമസ്ഥാനമായ ഇന്നത്തെ പ്രയാഗ്രാജിലുമായിരുന്നു അത്രയത്. 12 ദിവസമാണെന്ന് ദേവാസുരയുദ്ധം നടന്നത്. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അതുകൊണ്ട് 12 ദിവസം ദേവാസുരയുദ്ധം നടന്നു എന്ന് വിശ്വസിക്കുന്നതിനാലാണ് 12 വർഷം കൂടുമ്പോൾ ഭൂമിയിൽ കുംഭമേള ആഘോഷിക്കുന്നത്. കുംഭം സ്ഥാപിച്ച ആ പുണ്യതീർത്ഥങ്ങളിൽ കുംഭത്തിൽ പുരണ്ട അമൃതിൻ്റെ അംശം കലരുകയും 12 വർഷം കൂടുമ്പോൾ അതാത് തീർത്ഥസ്ഥാനങ്ങളിൽ ആ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന വിശ്വാസത്തിലാണത്. ഈ സമയങ്ങളിൽ ദേവന്മാരും ഋഷീശ്വരന്മാരുമൊക്കെ അദൃശ്യരായി ഈ സ്ഥാനങ്ങളിൽ സ്നാനത്തിനെത്തുമെന്നുമാണ് വിശ്വാസം. ഈ സമയം ഭാരതത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സന്യാസിവര്യന്മാരും ഹിമാലയത്തിൽ നിന്നുള്ള യോഗീവര്യന്മാരുമൊക്കെ സ്നാനത്തിനെത്തും. ആ പുണ്യത്തിൻ്റെ ഒരു ഭാഗമാകുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ പ്രാധാന്യമറിയാവുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾ എത്ര ബുദ്ധിമുട്ട് സഹിച്ചായാലും ഓരോ കുംഭമേള പ്രദേശത്തേക്കും ഒഴുകിയെത്തുന്നത്. കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങളും 4 ദിശകളുടെ പ്രതീകങ്ങളാണ്. കുംഭമേളകളെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: പൂർണ്ണ കുംഭമേള, അർദ്ധകുംഭമേള, മഹാകുംഭമേള. 12 വർഷത്തിലൊരിക്കൽ ഈ 4 നഗരങ്ങളിലും ഇടവിട്ട് പൂർണ്ണ കുംഭമേളയും 6 വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേളയും നടക്കുന്നു. അർദ്ധകുംഭമേള ഹരിദ്വാറിലും പ്രയാഗ്രാജിലും മാത്രമാണ് നടക്കുന്നത്. അതേസമയം 144 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള അലഹബാദിലെ പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുക. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നീ തീർത്ഥങ്ങളുടെ സംഗമസ്ഥാനമാണ് പ്രയാഗ്രാജ്. അതുകൊണ്ടാണ് തീർത്ഥസംഗമങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ പ്രയാഗ്രാജ് എന്ന പേര് വന്നതും. കുംഭമേളയിലെ കുംഭം എന്നതിൻ്റെ അർത്ഥം കുടം അല്ലെങ്കിൽ കലശം എന്നൊക്കെയാണ്. അമർത്യതയുടെ അമൃത് നിറഞ്ഞ കലശം. മേള എന്നാൽ ഒത്തുചേരുക അല്ലെങ്കിൽ സംഗമിക്കുക